മൂടിയിലെ ഹിമകൾ ആരാലോ, യാ റബ്ബേ ദേഹം പോണല്ലോ, കാണാലോ മണ്ണ് മറഞ്ഞാലും. ഹലോ ഗൈസ്, ഈ ഒരു സോങ് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ ഓടി വന്നത് നമ്മുടെ ബ്ലോഗർ ജുനീദിനെ കുറിച്ചല്ലേ. ആ വിഷയത്തിൽ 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പരിഗണന, ആശ്വാസവാക്ക് അല്ലെങ്കിൽ തൻ്റെ വാക്ക് കേൾക്കുന്ന ഒരു 10 പേരെയെങ്കിലും അദ്ദേഹം ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവണം. കാരണം ജീവിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് മലയാളികളായിട്ടുള്ള ഞാനടക്കമുള്ള ഒത്തിരി പേര് അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു. ആ ഒരു കാര്യത്തിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ എത്ര പേരാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുനീരിന് കൂടെ ഇപ്പോൾ ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. ഞാനടക്കമുള്ള ഓരോരുത്തരും ദിവസവും എത്ര പേരെയാണ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇതുപോലെ ഓരോരുത്തരും ഒന്ന് പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ മുന്നിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും, എവിടെ കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ ആരോട് പറയും അല്ലേ. പക്ഷേ ജുനൈദ് അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ ചിലപ്പോൾ നല്ല സങ്കടത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ മോഡിലായിരിക്കണം അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാവുക. ഡോക്ടർ പറയുന്നുണ്ടല്ലോ, ആ ഒരു പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൽ ഡോക്ടർ പറയുന്നുണ്ട്, മദ്യം കഴിച്ചിട്ടാണ് ജുനൈദ് അന്ന് വൈകിട്ട് വീട്ടിലോട്ട് പോയിരുന്നതെന്ന്. രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം തെളിഞ്ഞതാണല്ലോ ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ചില സമയത്ത് മനുഷ്യൻ്റെ അവസ്ഥയല്ലേ, പിടിച്ചു വെക്കാൻ പറ്റാത്ത അത്രയും സങ്കടങ്ങൾ ഒരാളുടെ മനസ്സിലുണ്ടായാൽ മദ്യപാനം, മറ്റ് ലഹരി, മറ്റെല്ലാ വൃത്തികളിലേക്കും ഓരോ മനുഷ്യനും തിരിയും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ പുതിയ പുതിയ റിയാക്ഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ.